ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ആദ്യമായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് ഉലുവ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്തൊന്നും വരണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എടുത്ത് വെച്ചിട്ട് ഈ പൗഡേഴ്സൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടിയൊക്കെ നല്ലപോലെ മൂക്കണം. അങ്ങനെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് തേങ്ങ ആഡ് ചെയ്യും കേട്ടോ ഇതിനകത്തോട്ട്. എന്നിട്ട് ഇത് അരക്കി ചൂടാറുമ്പോൾ ഇല്ലയോ? ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. ആണോ? സാധാരണ നമ്മൾ എണ്ണ ചൂടാക്കാതെ മുളകുപൊടി എണ്ണയ്ക്കകത്ത് അല്ലാതെ മൂപ്പിച്ചിട്ട് ഉള്ളി മുളകുപൊടിയിലാണ് മൂപ്പിച്ചിട്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വട്ടം ചെയ്തിട്ടുണ്ടോ? പച്ചത്തേങ്ങ അരച്ച് കറി ചെയ്തു. ഇതിപ്പോ ഇതെല്ലാം ഇത്തിരി എണ്ണയ്ക്കകത്ത് ആവിയിട്ട് അരച്ചെടുക്കുക. ഞാനും അമ്മയുമായിട്ടുള്ള കോൺവെർസേഷനാണ് നിങ്ങളിപ്പോൾ കേട്ടത് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മളിപ്പോൾ ഈ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഈ തേങ്ങയിനകത്തോട്ട് മിക്സ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ആറി വന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മളൊന്ന് അരച്ചെടുത്താണ് ഈ കാണുന്നത്. പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും നെടുകെ കീറി വെച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എണ്ണയിലൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നില്ലേ, ആ അരപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഓൾറെഡി നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ നേരത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പോഴും ഈ കറിക്കുള്ള ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അത് നമ്മൾ നേരത്തെ അരയ്ക്കാൻ ഉപയോഗിച്ച ജാറിനകത്ത് തന്നെയാണ് കേട്ടോ വെള്ളം ഒഴിച്ച് ആ അരപ്പെല്ലാം കൂടെ കലക്കി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുടംപുളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചേർത്തിട്ടും കാര്യമില്ല, ഈ ഒരു സാധനം ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഉപ്പ്. അതെ, നമ്മൾ ഉപ്പ് അങ്ങനെ ഇട്ട് കൊടുത്തു. കറി കുറച്ചും കൂടെ ലൂസാക്കാൻ നേരത്തെ ഞങ്ങൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചട്ടിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വുഡൻ സ്പൂണാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സ്പൂണായിരുന്നു ഉപയോഗിക്കാറ്. ഇപ്പം ഞാൻ വുഡൻ സ്പൂണാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട സമയമായി. വറ്റപ്പാര മീനാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ഥാനത്ത് ഏത് മീൻ വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസംബർ ജനുവരി സമയത്ത് ഇച്ചാടെ അമ്മയും പപ്പയും ഞങ്ങളോട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലുള്ള ഫിഷ് കറിയൊക്കെയാണ് കേട്ടോ ഇത്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നതെന്ന് മാത്രം. ഇതുപോലെയുള്ള കുറേ വീഡിയോസ് ഇനി ഉണ്ട് കേട്ടോ എഡിറ്റ് ചെയ്തിടാനായിട്ട് ആ ടൈമിലുള്ളത്. അങ്ങനെ നമ്മുടെ വറ്റപ്പാര ആഡ് ചെയ്തതിന് ശേഷമുള്ള തിളയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിളച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് വേവട്ടെ കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണപ്പെടുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ആക്കി വെച്ചേക്കണം കേട്ടോ. ഞാൻ ഷോർട്സും വീഡിയോസും ലൈവും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് ചെക്ക് ചെയ്ത് മഡോണാഡിയിൽ നോക്കുമ്പം എൻ്റെ വീഡിയോസിൻ്റെ ലൈവിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കാണാം കേട്ടോ. ലൈവ് നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ റെഡ് ലൈനിലാണ് കിടക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ഫിഷൊക്കെ വെന്ത് കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്. ഫൈനലായിട്ടൊന്ന് 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫിഷ് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അതായത് തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഓൾ സെറ്റ്. അപ്പം എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ എങ്ങനത്തെ കണ്ടൻറ്റാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്നുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.